പാർലേജി എന്നാൽ ഇന്ത്യയുടെ സ്വന്തം ബിസ്ക്കറ്റാണ്. ഇന്ത്യക്കാർ വളരെയധികം സ്നേഹിക്കുന്ന ബിസ്ക്കറ്റ്. ഇന്ത്യയിൽ മാത്രമല്ല നിരവധി രാജ്യങ്ങളിലും ഈ ബിസ്ക്കറ്റിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നതാണ് ശരി. ഇന്ത്യയിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു. താങ്ങാനാകുന്ന വില, ഗുണവും രുചിയും കൂടുതൽ. ലോകം മുഴുവൻ ഏറ്റവും പ്രശസ്തമായ ഒരു ബ്രാൻഡാണ് പാർലേജി. ഇപ്പോൾ പാർലേജി എന്തുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നിങ്ങളിൽ പലർക്കും ഒരുപക്ഷെ അറിയാം. യുദ്ധത്തിന്റെ കെടുതികൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു ജനതയാണ് ഗസയിലെ ജനത. ഇസ്രായേലിന്റെ പ്രതിരോധം ഗസയെ മൊത്തമായി തകർത്തിരിക്കുന്നു. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ഈ കാറ്റ് ആൻഡ് മൗസ് കളി അനുഭവിക്കുന്നതോ പാവപ്പെട്ട ജനങ്ങൾ. മരിച്ചടങ്ങിയ കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊന്നും കണക്കില്ല. ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യർ മരിച്ചടങ്ങിയ ഒരു ചുടലക്കാടായി മാറിയിരിക്കുന്ന ഗാസയിൽ ഒരു പിതാവ് തന്റെ മകൾക്ക് വിശപ്പടക്കാൻ വാങ്ങിച്ചു കൊടുത്ത പാർലേജി ബിസ്ക്കറ്റിന്റെ വില ഞെട്ടിപ്പിക്കുന്നതാണ്. 2342 രൂപയ്ക്കാണ് പാർലേജി ബിസ്ക്കറ്റ് ഗാസയിൽ വിൽക്കുന്നത്. ഇന്ത്യയിൽ ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കഴിക്കാവുന്ന വളരെ വില കുറഞ്ഞ ഒരു ബിസ്ക്കറ്റ്, എന്നാൽ ക്വാളിറ്റിയും രുചിയും കൂടുതൽ. ആ ബിസ്ക്കറ്റാണ് ഗാസയിൽ ഇത്രയും വിലയ്ക്ക് വിറ്റഴിക്കുന്നത്. ഗാസയിലെ പാലസ്തീൻകാരനായ മുഹമ്മദ് ജവാദ് പങ്കുവച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഈ യുദ്ധകാലത്തിന്റെ ക്ഷാമത്തിന്റെ യഥാർത്ഥ ചിത്രങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അവിടെ ഇപ്പോൾ പാർലേജി ബിസ്ക്കറ്റ് വളരെ അപൂർവമായി മാത്രമാണ് ലഭിക്കുന്നത്. മുഹമ്മദ് ജാവേദിന്റെ ഇളയ മകൾ റാഫിഫിന് ഈ പാർലേജി ബിസ്ക്കറ്റ് വളരെ ഇഷ്ടമാണ്. ഇന്ത്യൻ വിപണികളിൽ 5 രൂപയോളം മാത്രം വിലയുള്ള ഈ ബിസ്ക്കറ്റ് അന്താരാഷ്ട്ര പലചരക്ക് കടകളിൽ ഏകദേശം 100 രൂപ ആ വിലയുള്ള ബിസ്ക്കറ്റിനാണ് ഇപ്പോൾ ഗസയിൽ ഈ 2000-ലേറെ രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നത്. നീണ്ട കാത്തിരിപ്പിന് ശേഷം റാഫിഫിന് അവരുടെ പ്രിയപ്പെട്ട ബിസ്ക്കറ്റ് ലഭിക്കും. ബിസ്ക്കറ്റിന്റെ പൈസ 146 രൂപയിൽ നിന്നാണ് 2342 ഉയർന്നത്. പക്ഷെ റാഫിഫിന് ഇഷ്ടപ്പെട്ട ട്രീറ്റ് നിഷേധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് അച്ഛനായ ജാവേദ് പറയുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ പലരും തട്ടിയെടുക്കുന്നതായി ജാവേദ് കുറിക്കുന്നു. ചില ഏജന്റുമാരും കള്ളന്മാരുമൊക്കെ അന്താരാഷ്ട്ര സഹായം തട്ടിയെടുക്കുന്നു. ധാന്യമാവിന് ഏകദേശം $500, പഞ്ചസാരയ്ക്ക് 1 കിലോയ്ക്ക് $90 അവിടുത്തെ വില എന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ. യുദ്ധം കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ജനതയ്ക്ക് ഇതൊക്കെ വാങ്ങാൻ എങ്ങനെയാണ് പൈസ? അതുകൊണ്ട് തന്നെ പോഷകാഹാര കുറവ് കൊണ്ട് അനവധി കുട്ടികളാണ് അവിടെ ഗുരുതരാവസ്ഥയിലുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ദുഃഖപൂർണമായി ദുരന്തപൂർണമായി നിലനിൽക്കുമ്പോൾ നമ്മുടെ പാർലേജി ബിസ്ക്കറ്റിന്റെ ഒരു ചരിത്രവും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. പാർലേജി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിസ്ക്കറ്റാണ്. മുത്തച്ഛൻ മുതൽ കുഞ്ഞുങ്ങൾ വരെ എല്ലാ പ്രായത്തിനുള്ള ആളുകൾക്കും ഈ ബിസ്ക്കറ്റിന്റെ രുചി ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ്. ഒരുപക്ഷെ വെറുക്കുന്നവരില്ലാത്ത ഒരു ബിസ്ക്കറ്റാണിത്. രസകരമെന്ന് പറയട്ടെ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിസ്ക്കറ്റാണ്. ഇന്ത്യയിൽ രാവിലെയോ വൈകുന്നേരമോ ചായ കുടിക്കുമ്പോൾ പാർലേജി എല്ലായ്പ്പോഴും പ്ലേറ്റിൽ ഒരു സ്ഥാനം കണ്ടെത്തുന്നു. 1929 മോഹൻലാൽ ദയാലാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്തും ഇന്ത്യ കടുത്ത ഭക്ഷ്യ റേഷനിങ് അനുഭവിക്കേണ്ടി വന്നതിനാൽ പാർലേജിയും ബുദ്ധിമുട്ടുകൾ നേരിട്ടു. എന്നാൽ അതിൻ്റെ സവിശേഷമായ രുചിയും പാക്കേജിങ്ങും കാരണം അത് ആ തടസ്സത്തെ മറികടന്ന് ജനപ്രീതി വീണ്ടെടുക്കാൻ കഴിഞ്ഞു. ഒരു സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയുടെ ചിത്രമുള്ള ബിസ്ക്കറ്റിന്റെ ലളിതമായ കവർ രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കളുടെ ഹൃദയം കവർന്നു. 1960-ൽ ആർട്ടിസ്റ്റ് മകൻലാൽ ദഹിയാണ് പാർലേജിയുടെ പാക്കേജിംഗ് രൂപകൽപ്പന ചെയ്തത്. പാർലേജിയുടെ എന്നും നിലനിൽക്കുന്ന ഈ ഡിസൈൻ തലമുറകളിൽ ഉടനീളം ശക്തമായ വിശ്വസ്തത വളർത്തിയെടുത്തു. ഇന്ത്യയിലെ ഒരു ഗാർഹിക ഉൽപ്പന്നമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം ഉറപ്പിച്ചു. എന്നാൽ പലർക്കും ഒരു സംശയം തോന്നും, പാർലേജിയിലെ ആ ജി എന്താണെന്ന്. പാർലേജിയിലെ ജി എന്നത് ഗ്ലൂക്കോസിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ കരുതുന്നു. പക്ഷെ അത് യഥാർത്ഥത്തിൽ ജീനിയസ് എന്നാണ്. കുറഞ്ഞ വില, വ്യാപകമായതും എളുപ്പത്തിനുള്ള ലഭ്യതയും കാരണം ബിസ്ക്കറ്റുകൾക്ക് ജനപ്രീതി നിലനിർത്താൻ കഴിഞ്ഞു. അതിൻ്റെ താങ്ങാനാകുന്ന വില പല കുടുംബങ്ങൾക്കും ഒരു പ്രധാന ലഘുഭക്ഷണമാക്കി മാറ്റുന്നു. മാത്രമല്ല സ്ഥിരതയുള്ള ഉൽപ്പന്ന ഗുണനിലവാരം ബ്രാൻഡിലുള്ള ഉപഭോക്തൃ വിശ്വാസം കൂടുതൽ ഉറപ്പിച്ചു. പാർലേജി എന്നത് ഒരു ലഘുഭക്ഷണ പദവി എന്നതിനപ്പുറം അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായും നിരവധി ആളുകൾക്ക് അവരുടെ ബാല്യകാല ഓർമ്മകൾ പാർലേജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാർലേജി എങ്ങനെയാണ് ലോകത്തിലെ മികച്ച ബിസ്ക്കറ്റായി മാറിയത്? 1980-കളിൽ കൊക്കോകോളയും പെപ്സിയും തമ്മിലുള്ള ആഗോള മത്സരം നടക്കുമ്പോൾ പാനീയ വിപണി കീഴടക്കാൻ ഒരു വ്യത്യസ്തമായ തന്ത്രം ആവിഷ്കരിച്ചു പാർലേജി.
തംസപ്പ്, ലിംക, ഗോൾഡ് സ്പോട്ട്, ഫ്രൂട്ടി തുടങ്ങിയ പാനീയങ്ങൾ പാർലേജി കൊണ്ടുവന്നു. ഈ തന്ത്രം വളരെ മികച്ചതും വിജയകരവുമായി തീർന്നു. പിന്നീട് കൊക്കോകോള തംസപ്പ് വാങ്ങാൻ തീരുമാനിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബിസ്ക്കറ്റാണെന്ന് പാർലേജി. 2011 നീൽസൺ പാർലേജിയെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്ന ബിസ്ക്കറ്റായി ഔദ്യോഗികമായി കിരീടമണി. പണപ്പെരുപ്പം വർദ്ധിച്ചിട്ടും താങ്ങാനാവുന്ന വില നിലനിർത്തിയതിനാൽ അതിന്റെ വിജയം പ്രത്യേകിച്ചും ശ്രദ്ധേയമാണ്. ഇടയ്ക്കിടയ്ക്ക് വില ഗണ്യമായി വർദ്ധിപ്പിക്കുന്ന മറ്റു പല ലഘുഭക്ഷണ ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി പാർലേജി ബജറ്റ് സൗഹൃദപരമായി തുടരുന്നു. വലിയൊരു ജനവിഭാഗത്തിന് അത്യാവശ്യവും ആക്സസ് ചെയ്യാവുന്നതുമായ ഒരു ഭക്ഷ്യവസ്തുവായി പാർലേജി സേവനമനുഷ്ഠിക്കുന്നു.